ഇത് നാട്ടകം സുരേഷ് ഇടത് കേന്ദ്രങ്ങൾ പോലും ഞെട്ടിച്ച് മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ വോട്ട് എണ്ണിയിരിക്കുന്നത് നീണ്ടൂർ പഞ്ചായത്തിന്റെയാണ്. നീണ്ടൂർ പഞ്ചായത്തിലെ വോട്ട് പൂർണ്ണമായും എണ്ണിക്കഴിഞ്ഞിരിക്കുന്നു. 4000-ന് മേലെ ഭൂരിപക്ഷത്തിലേക്ക് നാട്ടകം സുരേഷിന്റെ ലീഡ് കിടക്കുകയാണ്. ഇനി എണ്ണാനുള്ളത് UDF-ന്റെ ശക്തി കേന്ദ്രമായ അതിരമ്പുഴയാണ്. അതിരമ്പുഴ അത് കഴിഞ്ഞ് ഏറ്റുമാനൂർ നഗരസഭ ആദ്യഘട്ടത്തിൽ ഒരു 8,000 മുതൽ 9,000 ലീഡിലേക്ക് പോയാൽ അവസാന ഘട്ടത്തിൽ എണ്ണുന്ന തിരുവാർപ്പ്, കുമരകം, മൈമനം ഉൾപ്പെടെയുള്ള ഇടത് ശക്തി കേന്ദ്രങ്ങൾ പോലും ആ ലീഡ് മറികടക്കുക എന്നത് VN വാസവനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ VN വാസവൻ പരിങ്ങലിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ശരിയാണ്. ഏറ്റുമാനിലെ സ്പ്ലിറ്റ് ഒന്ന് പറയട്ടെ, ആര്യ പറയട്ടെ. നീണ്ടൂർ 1 മുതൽ ആരാണ്? ശോഭാ സുരേന്ദ്രൻ മുന്നിൽ 2145 വോട്ടുകൾക്ക് പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മുന്നിൽ. ശോഭനമായൊരു വിജയത്തിലേക്ക് എത്തുമോ ശോഭാ സുരേന്ദ്രൻ? പാലക്കാട്ട് അവസാന 2145 ബിഗ് നമ്പറാണ്. മുനിസിപ്പൽ ഏരിയ ആണ് എണ്ണുന്നത്. 2145 ത്രികോണ മത്സരം നടക്കുന്ന പാലക്കാട് ബിഗ് നമ്പറാണ്. അതൊരു സർപ്രൈസിംഗ് നമ്പറാണ്. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ 2145 വോട്ടിന് ലീഡ് ചെയ്യുന്നു. അവസാന 2 ദിവസം വല്ലതും സംഭവിച്ചെന്ന കാര്യം ഞങ്ങൾക്ക് അറിയില്ല. അതുവരെ ഓക്കെ ആയിരുന്നു എന്നാണ് BJP നേതാക്കളെ പ്രതികരണം. മറ്റേ ആ പണം വിതരണം ചെയ്യുന്ന ആരോപണമൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ശേഷം സംഭവിച്ചോന്ന് അറിയില്ല. അവിടെ NDAക്ക് തന്നെയാണ് ലീഡ്. 6,239 വോട്ടുകൾക്ക് ലീഡ് ഉള്ളതാണ് പാലക്കാട് നഗരസഭയിൽ. അതാണ് ആദ്യം എണ്ണുന്നത്. അടുത്തതാണ് പിരായിരി. അവിടെയാണ് UDF പിരായിരിയിൽ പരമാവധി UDF-ന് 6,000 വോട്ടിന് എത്ര വോട്ടിന്റെ ലീഡ് നഗരസഭയിൽ കിട്ടുമെന്നതിനനുസരിച്ചിരിക്കും. പിരായിരി എന്തായാലും UDF മുമ്പിലെത്തും. സരിനെ ഒന്ന് വിളിച്ച് കണക്ട് ചെയ്താൽ നമുക്ക് ഒരു പക്ഷേ അറിയാം. പിരായിരി എണ്ണുമ്പോഴാണ് കാര്യങ്ങൾ മാറുക എന്ന് സരിൻ എപ്പോഴും നിരീക്ഷിക്കാറുണ്ട്. അല്ല, ഏറ്റുമാനിലെ കാര്യം മന്ത്രി VN വാസവന്റെ സ്ഥിതി പരിഗണിലാണ്. ഏറ്റുമാനിൽ ഇപ്പോൾ നീണ്ടൂർ 1 മുതൽ 19 വരെ ബൂത്തുകൾ, അതായത് ആദ്യത്തെ 14 ബൂത്തുകൾ ഉൾപ്പെടെ. അല്ല, ഇത്തവണ ബിന്ദുവും പിന്നിലേക്ക് പോവുകയാണ്. അപ്പോൾ മന്ത്രിമാർ ഒന്നൊന്നായി പിറകിലേക്ക് പോവുകയാണ്. മുഖ്യമന്ത്രി പിറകിലാണ്, റോഷി അഗസ്റ്റിൻ പിന്നിലാണ്. പി രാജീവ് മുന്നിലാണോ പിന്നിലാണോ? പി രാജീവ് ഇപ്പോഴും മുമ്പിലാണ്. പക്ഷേ ഈ ഷൊർണൂരും ഒറ്റപ്പാലവും അടുത്ത റൗണ്ടിൽ എത്തുമ്പോഴത്തേക്ക് LDF തിരിച്ചു വരാനുള്ള സൂചന കാണിക്കുന്നു. പാലക്കാട് ഒന്നാമത്തെ റൗണ്ടിൽ 2145 എന്നുള്ളത് ഒരു വലിയ സംഖ്യയാണെങ്കിലും കഴിഞ്ഞ തവണ ശ്രീധരൻ ഇതിൽ കൂടുതൽ ലീഡ് ചെയ്തിരുന്നു 1ാം റൗണ്ടിൽ എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. ഷൊർണൂരിൽ 3ാം റൗണ്ടിലും 327 വോട്ടിനാണ്. അതായത് ലീഡ് നില കുറയുന്നെങ്കിലും 3ാം റൗണ്ടിലും ഹരിഗോവിന്ദൻ മാഷ് അത്ഭുതകരമാണ്. നോക്കണം. മാത്യു കുഴൽനാടൻ 10,000 കടന്നു കേട്ടോ ലീഡ്. 10,000-ന് മുകളിലേക്ക് മാത്യു കുഴൽനാടന് ലീഡ് പോവുകയാണ്. അപ്പോൾ മൂവാറ്റുപുഴയിൽ അത് സേഫ് ആണ്. ഇനി കുറെ മന്ത്രി OR കേളുവും പിന്നിലാണ്. മാനന്തവാടിയിൽ ഉഷാ വിജയൻ 1,632 വോട്ടുകൾക്ക് ലീഡ് ചെയ്തു. മിക്കവാറും മന്ത്രിമാരെല്ലാം പിറകിലാണ്. MP രാജേഷും VN വാസവനും OR കേളുവും പിന്നിൽ. മന്ത്രിമാരെ ജനം തിരഞ്ഞുപിടിച്ച് ശിക്ഷിക്കുകയാണ്. ബിന്ദു പിന്നിൽ, വീണ ജോർജ് പിന്നിൽ, റോഷി അഗസ്റ്റിൻ പിന്നിൽ.